സ്നേഹവന്ദനം. ഇന്ന് മലങ്കര സഭയില് തർക്കങ്ങൾ വളരെ രൂക്ഷമായിട്ട് ഇരിക്കുന്ന ഒരു സന്ദർഭമാണല്ലോ. നമ്മൾക്ക് ഏറ്റവും പരിചിതമായ ഒരു വാക്യം ഒരു വാക്യമാണ് അസ്തമന ബിന്ദു. അതേക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഒന്ന് ആലോചിച്ച് പോകാം എന്ന് ആഗ്രഹിക്കുകയാണ്. എന്താണ് അസ്തമന ബിന്ദു? അസ്തമന ബിന്ദു എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ സൂര്യൻ അസ്തമിക്കുമ്പോൾ ആ അസ്തമന ബിന്ദുവിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് സൂര്യനെ കാണാതാവും, പിന്നീട് സൂര്യൻ മറഞ്ഞു പോകും, അതിന്റെ അവകാശം. ഇവിടെ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്ന ഭാഷയിൽ വാനിഷ് പോയിന്റിങ്ങിൽ പരിശുദ്ധ പത്രീസ് ബാവയുടെ ആത്മീയ അധികാരം വാനിഷ് പോയിന്റിൽ എത്തിച്ചേർന്നു. ഇനി മലങ്കര സഭയിൽ യാതൊരു അവകാശവുമില്ല, എല്ലാ അവകാശവും കാതോലിക്കയ്ക്ക് കൊടുത്തു എന്നുള്ള രീതിയിലാണ് വന്നിരിക്കുന്നത്. ഇതിനൊന്ന് നമുക്ക് ഒന്ന് ദൈവ ആത്മാവിനോട് ചേർന്ന് നമുക്ക് ഇതൊന്ന് പരിശോധിച്ച് മുന്നോട്ട് പോകാം. അപ്പൊ അത് കുറച്ചുകൂടെ വ്യക്തത ആവുമല്ലോ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിതാവായ ദൈവം പുത്രന് പൂർണ്ണ അധികാരം കൊടുത്തുകൊണ്ടാണ് ഈ ഭൂമിയിലേക്ക് അയച്ചത്. തന്റെ മക്കളെ ഏറ്റവും അധികം സ്നേഹിച്ചതുകൊണ്ട്, ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചുകൊണ്ട് തന്റെ പുത്രനെ നൽകുവാൻ തക്കവണ്ണം പിതാവ് തിരുഹിതമായി. ആ പിതാവിന്റെ അതേ അംശം തന്നെയാണ് പുത്രൻ. എന്താണോ പിതാവ് അതാണ് പുത്രൻ. അപ്പൊ ആ പുത്രൻ ഭൂമിയിലേക്ക് വന്നു കഴിയുമ്പോൾ പിതാവ് വാനിഷ് പോയിന്റിലായി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആത്മീയമായിട്ട് അതിൽ എന്ത് ലോജിക്കാണുള്ളത്? ആത്മീയമായിട്ട് അതിനെ എങ്ങനെയാണ് മലങ്കര ഓർത്തഡോക്സ് സഭ അതിനെ വ്യാഖ്യാനിക്കുക? പിതാവിന്റെ സ്ഥാനം പിതാവിനുണ്ട്, ആത്മീയമായ അധികാരം പിതാവിന്റെ കയ്യിലാണ്. അത് പുത്രൻ അതുപോലെ ബഹുമാനിക്കുന്നത്. എന്താണോ പിതാവ് ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ് പുത്രൻ ചെയ്യുന്നത്, അത് തന്നെയാണ് ചെയ്യേണ്ടത്. അതിൽ നിന്ന് മാറാനായിട്ട് അധികാരമില്ല. പിതാവ് എന്താ ആഗ്രഹിക്കുന്നോ അത് തന്നെ പുത്രൻ ചെയ്യുന്നു. ആ പിതാവിനോടുള്ള സ്നേഹം നിലനിർത്തിക്കൊണ്ടാണ് പുത്രൻ ലോകത്ത് ജീവിക്കുന്നത്. എങ്കിലും എന്റെ ഇഷ്ടമല്ല, അവിടുത്തെ ഇഷ്ടം പോലെ നിറവേറട്ടെ എന്ന് പറയുമ്പോൾ അതാണ് നമ്മെ കാണിച്ചു തരുന്നത്. അതിനുശേഷം പുത്രൻ ഭൂമിയിലെ പിതാവിന്റെ ഇഷ്ടം എല്ലാം പൂർത്തിയാക്കി സ്വർഗത്തിലേക്ക് കരയേറുമ്പോൾ പരിശുദ്ധാത്മാവ് ഭൂമിയിലേക്ക് വന്നു. പരിശുദ്ധാത്മാവിന്റെ നിയോഗം എന്താണ്? പിതാവിന്റെയും പുത്രന്റെയും ഇഷ്ടം ഭൂമിയിൽ നിറവേറ്റപ്പെടുക. എന്റെ അവകാശം കിട്ടിയെന്ന് പറഞ്ഞ് പരിശുദ്ധാത്മാവ് ഞാൻ വേറെയാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് എന്റേതായ അവകാശം കൊണ്ട് പിതാവും പുത്രനും വാനിഷ് പോയിന്റിലായെന്നും പറഞ്ഞ് പോവുക എന്നുള്ളത് അല്ല പരിശുദ്ധാത്മാവിന്റെ പണി. പരിശുദ്ധാത്മാവിന്റെ പണി പിതാവിന്റെയും പുത്രന്റെയും ഇഷ്ടം എന്താണോ അത് തന്നെ പരിശുദ്ധാത്മാവ് നടപ്പാക്കുകയാണ്. ഈ ത്രിയേക ദൈവത്തിന്റെ തൃത്വ വിശ്വാസം സഭയിൽ സ്ഥാപിക്കുമ്പോൾ ദൈവം തന്റെ സഭയുടെ നടത്തിപ്പിന്റെ ഉത്തരവാദിത്വം വിശുദ്ധ പത്രോസ്ലീഹായ്ക്ക് നൽകുമ്പോൾ ഇതേ കാര്യം തന്നെയാണ് പിന്തുടരേണ്ടത്. എന്താണോ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ ഇഷ്ടം അത് പൂർത്തീകരിക്കുക എന്നുള്ളതാണ് അവിടെ ചെയ്യേണ്ടത്. അതിനപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല. എനിക്ക് അവകാശം കിട്ടി എനിക്ക് തോന്നിവാസം നടക്കുക എന്നുള്ളതല്ല അതിന്റെ അർത്ഥം. അപ്പോൾ പരിശുദ്ധാത്മാവ് സഭയുടെ അതാ പൂർണ്ണ വിശുദ്ധിയോടുകൂടി ദൈവം അവരെ വിശ്വസിച്ചാണ് പത്രോസിനെ കാര്യങ്ങളെ ഏൽപ്പിക്കുന്നത്. പരിശുദ്ധാത്മാവിനെ ദൈവം ഏൽപ്പിക്കുന്നത് ഞാൻ ചെയ്യുന്നത് പോലെ ഏൽപ്പിച്ച ആളും അതേപോലെ തന്നെ ചെയ്യും എന്നുള്ള വിശ്വാസമാണ്. ഇതേ വിശ്വാസത്തോടു കൂടിയാണ് പാത്രീസ് ബാവ നമ്മുടെ സെയിം അതേ വിശ്വാസം തന്നെയാണ് നിലനിൽക്കുന്നത്. മലങ്കര സഭയില് ആരാധനകള് സെയിം ആയിട്ടാണ്. അപ്പൊ അതേ അധികാരത്തിന്റെ താക്കോല് ഇവിടെ ഉപയോഗിക്കുന്ന കാര്യങ്ങള് കാതോലിക്ക ബാവയ്ക്ക് ഏൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ തന്നെ, ഏൽപ്പിച്ച അതിന്റെ അകത്ത് തന്നെ ഡിസ്പ്യൂട്ട് എന്തോ ആവട്ടെ, അതേക്കുറിച്ച് പറയുന്നില്ല. നീ ഏൽപ്പിച്ചു എന്നിരിക്കട്ടെ, ഏൽപ്പിച്ചാൽ തന്നെ എന്താണ് ചെയ്യേണ്ടത്? എന്താണോ പിതാവ് ആഗ്രഹിക്കുന്നത് അത് തന്നെ കാതോലിക്ക ചെയ്യുന്നത്. ആത്മീയ ശ്രേഷ്ഠ മഹാപുരോഹിതൻ എന്താണോ ആഗ്രഹിക്കുന്നത് അത് തന്നെ നടപ്പാക്കാനായിട്ടാണ് കാതോലിക്കയുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. നടപ്പാക്കുക എന്ന് തന്നെയാണ് കാതോലിക്കയുടെ ഉത്തരവാദിത്വം. ഞാൻ ശ്രേഷ്ഠനായി, ഇനി കാതോലിക്ക ഞാൻ സമനായി എന്ന് പറഞ്ഞുള്ള
ആ ഒരു രീതി എന്ന് പറഞ്ഞാൽ ദൈവികമല്ല. അതെങ്ങനെയാണ് ദൈവികമാകുക? പിതാവ് ഞാൻ പുത്രനോട് സമനാണെന്ന് പറഞ്ഞ രീതിയിൽ പറയുന്നവര്, സമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പിതാവിന്റെ അവകാശത്തെ നിഷേധിക്കലല്ല. അത് പിതാവിനോട് യോജിച്ച് പിതാവിന്റെ ഇഷ്ടം തന്നെ പൂർത്തീകരിക്കുന്ന ആ സമത്വമാണ് അവിടെ ഉണ്ടാകുന്നത്. ആ സമത്വത്തോടു കൂടിയാണ് മുന്നോട്ട് പോകേണ്ടത്. അതിൽ വ്യത്യാസം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല. കാരണം അന്ത്യോക്യ പാത്രിയർക്കീസിന്റെ കീഴിൽ പരിശുദ്ധ സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ ഭാഗമായിട്ട് മലങ്കരയിൽ ഒരു സഭ ഉണ്ടായി നിൽക്കുമ്പോൾ, ആ സഭയിലെ ഒരു അധികാരിയെ സ്ഥാപിക്കുമ്പോൾ, ഇപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയ പരിശുദ്ധ സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ വിശ്വാസത്തില് ഒരു വേദവിപരീതം മലങ്കര സഭയിൽ കൊണ്ടുവന്നു എന്ന് വിചാരിക്കും. നമുക്ക് ഒരു സാമാന്യ ബുദ്ധിയും സാമാന്യ ബോധവും നമുക്ക് ഉണ്ടാവണ്ടേ? ഒരു വേദവിപരീതത്തെ നമുക്ക് നിഷേധിക്കണമെങ്കിൽ, അതിനെ മാറ്റണമെങ്കിൽ പാത്രിയർക്കീസ് സഭയ്ക്ക് തന്നെ അതിന്റെ അധികാരം ഉണ്ടായിരിക്കണം. അത് ഏതാണോ മൂലസഭയുടെ അടിസ്ഥാന വിശ്വാസത്തിൽ നിന്ന് ആ ശ്രേണിയിൽ നിൽക്കുന്ന ആരാണോ അതിന്റെ ശ്രേഷ്ഠ മഹാപുരോഹിതൻ, അവിടെയാണ് അത് തീരുമാനിച്ചിട്ട് തീരുമാനങ്ങൾ പറയേണ്ടത്. അപ്പൊ ആ അവകാശം അത് അവിടെ തന്നെയാണ് വേണ്ടത്. ഇവിടെയുള്ള സാമ്പത്തിക ഭരണകാര്യങ്ങളിൽ ഇടപെടുന്ന കാര്യമല്ല അത് രണ്ട് വ്യത്യാസമുണ്ട്. ഇവിടെ വിദേശാധിപത്യം എന്ന് പറയുമ്പോൾ അത് സാമ്പത്തിക കാര്യത്തിൽ ഇവിടെ ആധിപത്യം സ്ഥാപിക്കുന്ന കാര്യമല്ല ഈ പറയുന്നത്. അത് മനസ്സിലാക്കാനുള്ള, ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് പറയുന്ന കാര്യങ്ങളാണ് വിദേശാധിപത്യം. കർത്താവിന് വിദേശി എന്ന് പറഞ്ഞ് മാറ്റി നിർത്താനായിട്ട് പറ്റില്ല. അപ്പൊ ദൈവത്തിന്റെ ആത്മാവിനെ ആണ് മാറ്റി നിർത്തുന്നത്. ദൈവത്തിന്റെ ആത്മാവിന്റെ ശ്രേണിയിൽ ദൈവം ഏൽപ്പിച്ച മഹാപുരോഹിതനെ മാറ്റി നിർത്തിയിട്ടാണ് നമ്മൾ ആള് കളിക്കുന്നത്. നമുക്ക് സംസാരിക്കാന്ന് പറയുമ്പോൾ, എന്നെ ഇവിടെ വന്ന് കണ്ടിട്ട് സംസാരിക്കണം എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ആ മനോവ്യവസ്ഥ അത് ദൈവികമല്ല എന്നുള്ള കാര്യം, അത് ഒരാളെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് പറയുന്നല്ല. അത് ദൈവികമല്ല. അത് ദൈവികമായ ഒരു തീരുമാനമല്ല. അങ്ങനെ ഒരു തീരുമാനം എടുക്കാനേ പാടില്ല. ഇതിന് മുന്നേ നമുക്ക് പട്ടം കൊടുക്കുന്ന ശുശ്രൂഷകളിലെ എല്ലാം മലങ്കര ഓർത്തഡോക്സ് സഭയില് പത്തംകുട ശുശ്രൂഷിക്കുക പ്രതിജ്ഞ ചെയ്യുന്നുണ്ടല്ലോ. എന്താണ് പ്രതിജ്ഞ? ആ പ്രതിജ്ഞയ്ക്ക് വിപരീതമായിട്ട് എന്ത് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാലും അതിന് ആ പൗരോഹിത്യത്തിൽ നിന്ന് അവൻ നീക്കപ്പെടും, സ്വയമേ നീക്കപ്പെടും എന്നുള്ള ആ കാര്യം തന്നെയാണ് അവിടെയും പറയുന്നത്. ഒന്ന് ആലോചിച്ചു നോക്കി. പൗരോഹിത്യം സുറിയാനി ഓർത്തഡോക്സ് സഭയിൽ അതിരിച്ച അന്ത്യോക്യ സിംഹാസനത്തിന്റെ കീഴിൽ നിന്ന് പൗരോഹിത്യം നേടിയെടുക്കുമ്പോൾ ആ പൗരോഹിത്യം നൽകുന്ന ആളോട് പറയുന്ന ആ പ്രതിജ്ഞ എന്താണ്? ഇതേ സെയിം പ്രതിജ്ഞയാണ്. ആ പ്രതിജ്ഞ ലംഘിച്ചു കഴിയുമ്പോൾ അവർ പറഞ്ഞ അവരുടെ വാക്കിനാൽ തന്നെ അവർ ആ സ്ഥാനത്ത് നിന്ന് ഉരിയപ്പെട്ടു പോകും. ആ സ്ഥാനത്തിന് അർഹരല്ലാതിരിക്കും. അത് മുടക്കിന്റെ ആവശ്യമില്ല, അത് സ്വയമേ ഇല്ലാതാവുന്നതാണ്. അല്ലാണ്ട് അത് പാത്രികീസ് ഭാഗം മുടക്കി എന്ന് പറയണതിൽ അത് അതിന്റെ പേപ്പർ ഡോക്യുമെന്റ് ഭാഗം മാത്രമാണ്. അത് ജനങ്ങളെ അറിയിക്കാനുള്ള ഒരു സന്ദേശം മാത്രമാണ്. കാരണം ഈ പട്ടം ഏറ്റെടുത്ത സമയത്ത് ആ ഏറ്റെടുത്ത വ്യക്തി പറഞ്ഞിരിക്കുന്നുണ്ട്, ഞാൻ ഈ ആത്മീയ പുരോഗതി എപ്പോൾ ധിക്കരിക്കുന്നു അതിൽ ഒരു ഇഞ്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയി കഴിഞ്ഞാൽ എന്റെ പൗരോഹിത്യം ഇല്ലാണ്ടാവുമെന്ന് പറഞ്ഞേക്കണം. ആ ഇല്ലാണ്ടായ കാര്യം സ്വയമേ ഇല്ലാതായതാണ്. അത് പുനഃസ്ഥാപിക്കാനായിട്ട് ആർക്ക് സാധിക്കും? തെറ്റ് ഏറ്റു പറഞ്ഞു കഴിഞ്ഞാലാണ്. ദൈവസന്നിധിയിൽ നിന്ന് മുടിയനായ പുത്രനെ പോലെ മുടിയനായ പുത്രൻ ദൈവസന്നിധിയിൽ നിന്ന് സ്വന്തം അവകാശങ്ങൾ മേടിച്ച് എനിക്ക് തോന്നിയ പോലെ ജീവിക്കുന്നു പറഞ്ഞ് പോയി കഴിഞ്ഞ് തിരിച്ച് ദൈവസന്നിധിയിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് മാപ്പ് അപേക്ഷിച്ച് വന്നു കഴിയുമ്പോഴാണ് വീണ്ടും ദൈവരാജ്യത്തിലേക്ക് അവകാശം ലഭിക്കുകയുള്ളൂ. അതല്ലാതെ ലഭിക്കുകയില്ല. ഇപ്പൊ പൗരോഹിത്യം മലങ്കര കയ്യിൽ കിട്ടിയത് പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിൽ നിന്ന് തന്നെയാണ്. അത് സുപ്രീം കോടതിയും അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ഈ കാതോലിക്കയ്ക്കുള്ള അവകാശം ആരാണ് അവകാശം കൊടുത്തു എന്ന് പറയുന്നത്? പാത്രിയർക്കീസ് ബാവ ഒപ്പിട്ട് ഈ അവകാശം കൈമാറിയത് കൊണ്ട് ഇനിമേൽ കാതോലിക്കയ്ക്ക് ആണ് ഇവിടെ അവകാശം. പാത്രിയർക്കീസ് ബാവ വാനിഷ് പോയിന്റിലായി എന്നുള്ളതാണ് പറയുന്നത്.
പിതാവായ ദൈവം പുത്രന് അവകാശം കൊടുത്തത് പിതാവിന്റെ ഇഷ്ടം അവൻ പൂർണ്ണമായിട്ട് നടപ്പാക്കും. ആ നടപ്പാക്കാൻ വേണ്ടിയിട്ടാണ് ആ അവകാശം കൊടുത്ത് ഭൂമിയിലേക്ക് വിട്ടത്. അതിന് തെറ്റിപ്പോയാൽ പിതാവിനെ ധിക്കരിക്കുന്ന പുത്രനായിട്ട് മാറും. അത് തെറ്റിപ്പോകാനുള്ള അവകാശമല്ല, നേരെ നടക്കാനുള്ള അവകാശമാണ്. തെറ്റിപ്പോയാൽ സ്വയമേ അവർ ദൈവസന്നിധിയിൽ നിന്ന് പുറത്ത് പോകും. ദൈവസന്നിധിയിലെ പൗരോഹിത്യത്തിൽ നിന്ന് പുറത്തു പോകും. ഇപ്പോൾ ഇവിടുന്ന് ഇതേ വാഗ്ദാനം ലംഘിച്ച് അവിടെ വന്നിരിക്കുന്ന മെത്രാന്മാരുടെ അവസ്ഥ ഇത് തന്നെയാണ്. അവർ നിലവിൽ ദൈവസന്നിധിയിൽ ആത്മീയ പുരോഹിതരല്ല എന്നുള്ള വസ്തുത നാം മനസ്സിലാക്കിയിരിക്കണം. അത് കാത്തലിക്കീസ് ബാബ പറഞ്ഞതല്ല, ഇവർ കൊടുത്ത വാക്ക്. എന്താണോ ഇവർ ദൈവസന്നിധിയിൽ തീരുമാനമെടുത്ത് പാത്രീക്കീസ് ബാബയുടെ അല്ലെങ്കിൽ ആ മേൽ പുരോഹിതന്റെ അടുത്ത് പട്ടം കൊടുത്ത ആളുടെ അടുത്ത് പറഞ്ഞത്, അതിന് വ്യത്യസ്തമായിട്ട് നിയമലംഘനം നടത്തി കഴിയുമ്പോൾ സ്വയമേ ആ പൗരോഹിത്യത്തിൽ നിന്ന് അകന്നുപോകും. ഇനിയിപ്പോ വേറൊരു സഭയിൽ ചെന്ന് പൗരോഹിത്യം മേടിക്കുന്ന വെച്ചാൽ വീണ്ടും അവിടെ പോയിട്ട് ഇതേ ശുശ്രൂഷ സ്വീകരിക്കണം. സ്വീകരിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ പറയാം, അതിന് അർഹതയുള്ളവർ കൊടുക്കുകയും ചെയ്യും. ഇതൊക്കെയാണ് വാനിഷ് പോയിന്റിന്റെ കാര്യം. ഒരിക്കലും ദൈവത്തെ വാനിഷ് പോയിന്റിൽ ആക്കാനായിട്ട് സാധിക്കുകയില്ല. ഇവിടത്തെ മലങ്കര, ഇപ്പൊ ഇവര് പറഞ്ഞ പോലെ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ കാതോലിക്കയെ അതിന്റെ കീഴെയുള്ള മെത്രാന്മാരും അച്ഛന്മാരും വാനിഷ് പോയിന്റിലാക്കാന്ന് വെച്ച് കഴിഞ്ഞാലും അത് നടപടിയാവണ കേസല്ല. അത് തെറ്റാണ് ദൈവസന്നിധിയിൽ എന്ന തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം. ഈ തിരിച്ചറിവാണ് ഉണ്ടായാലാണ് ഈ സഭ സമാധാനത്തോടെ പോവുകയുള്ളൂ. ഈ പഠിപ്പിക്കലുകളിലെ തെറ്റുകളും ചരിത്രപരമായ പഠിപ്പിക്കലുകളിലെ തെറ്റുകളും നമ്മളെ ഏറെ അകറ്റി നിർത്തും എന്നുള്ളത് ഒരു വസ്തുതയാണ്. എത്ര യോജിക്കാൻ ശ്രമിച്ചു കഴിയുമ്പോഴും അതിനുള്ള തടസ്സം ഇത് തന്നെയാണ്. പഠിപ്പിക്കുന്ന ചരിത്രങ്ങളും ചെയ്യേണ്ട സത്യങ്ങളും അത് യഥാവിധി ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ യോജിപ്പ് ഒരു കീറാമുട്ടിയൊന്നുമല്ല. പക്ഷെ അതിന് ദൈവത്തിന്റെ വലിയൊരു പദ്ധതിയും കരുതലും ഉണ്ടായേ പറ്റൂ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, നല്ല ആത്മാവ് എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവനാമത്തിന് മാത്രം മഹത്വം ഉണ്ടായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.